എല്ലാവർക്കും അലുകുലത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു 3D ലോക്കിംഗ് പസിലുമായിട്ടാണ്. കോങ് വിങ് സ്ഫിയർ എന്നാണ് ഈ പസിലിൻ്റെ പേര്. ഇന്ത്യൻ കമ്പനിയായ ക്യൂബ്ലേലോ ആണിത് നിർമ്മിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് കൊണ്ടാണ് ഈ ഒരു പസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ബോക്സിനുള്ളിൽ പസിലും അതിൻ്റെ സോൾവ് ചെയ്യാനുള്ള മാനുവലും നമുക്ക് ലഭ്യമാണ്. അപ്പം ഇത്തരം പസിൽ സ്വന്തമായിട്ട് മേടിച്ച് സോൾവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഈ സൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ചെയ്യുന്നതായിരിക്കും. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല, പക്ഷേ എന്നാൽ പോലും സൈറ്റിനെ പറ്റി പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പസിൽസ് തപ്പി ഞാൻ പോയപ്പോൾ ഇന്ത്യയിൽ ഇത് മാത്രമേ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞുള്ളൂ. അതുമാത്രമല്ല ഇത് ലോക്കിംഗ് പസിൽസാണ്. അത്ര കോമൺ അല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. നമുക്ക് ഈ റുബിക്സ് ക്യൂബ് പോലത്തെ പസിൽസ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും പസിൽസും കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർ, അസംബ്ലി കിറ്റുകളെല്ലാം അവിടെ അവൈലബിൾ ആണ്. അത്തരം പസിൽസും കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ സൈറ്റ് വിസിറ്റ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. വീണ്ടും പറയുന്നു, ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല. എനിക്ക് ജെനുവിൻലി ഇഷ്ടമായതുകൊണ്ട് മാത്രം ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. അപ്പം ബോക്സും കാര്യങ്ങളും നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ പസിൽ. ഒറ്റ നോട്ടത്തിൽ വളരെ സിമെട്രിക്കലായിട്ടുള്ളൊരു പസിലാണ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്, അതായത് എന്തൊരു പസിലിനും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. നമ്മൾ റുബിക്സ് ക്യൂബ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത്തരം ലോക്കിംഗ് പസിൽസ് അത്ര കോമൺ അല്ല, പക്ഷേ എന്നാലും റുബിക്സ് ക്യൂബ് നമ്മളൊരുമാതിരി എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കളറും 6 ഫേസും ഉണ്ടാവും. ഓരോ ഫേസിലും ഓരോ കളറുകൾ കൊണ്ടുവരിക. ഇപ്പം ചുവപ്പാണ്, ചുവപ്പ് മൊത്തം ഒരു ഫേസിൽ, പച്ച മൊത്തം ഒരു ഫേസിൽ, അങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്. പക്ഷേ ഇത്തരം ലോക്കിംഗ് പസിലുകളുടെ ഒബ്ജക്റ്റീവ് അത് അഴിച്ച് അതിൻ്റെ പാർട്സാക്കി മാറ്റിയ ശേഷം തിരിച്ച് അസംബിൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി അധികം വെച്ച് താമസിപ്പിക്കാൻ തന്നെ നമുക്ക് പസിലിൻ്റെ സോൾവിങ് പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോങ് വിങ് സ്ഫിയർ എന്ന ലോക്കിംഗ് പസിൽ. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ വളരെ സിമെട്രിക്കലായിട്ടുള്ളൊരു പസിലാണ്. ഇത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് 2 ഹൊറിസോണ്ടൽ ആക്സിസും ഒരു വെർട്ടിക്കൽ ആക്സിസുമാണ് ഇതിനുള്ളത്. നമ്മൾ എങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും 2 ഹൊറിസോണ്ടൽ ആക്സിസും ഒരു വെർട്ടിക്കൽ ആക്സിസും ഇതിനുണ്ടാകും. അപ്പോൾ ഇത് കഷ്ണങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്. ഏതൊരു ലോക്കിംഗ് പസിലായാലും, തുടർന്ന് ഈ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ലോക്കിംഗ് പസിലുകളുടെ വീഡിയോസ് കാണാനായിട്ട് ഇടയുണ്ടാവും. അപ്പോൾ എല്ലാ വീഡിയോയിലും കോമൺ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യമുണ്ട്. അതായത് ഏതൊരു ലോക്കിംഗ് പസിലിനും ഒരു കീ പീസ് ഉണ്ടാവും. അതായത് ആ ഒരു പെർട്ടിക്കുലർ പീസിൽ നിന്നായിരിക്കും ഇതിൻ്റെ ഡിസ്അസംബ്ലി, അതായത് അഴിച്ചു പണി സ്റ്റാർട്ട് ചെയ്യുന്നതും അതിൻ്റെ അസംബ്ലി വരുമ്പം ആ ഒരു പെർട്ടിക്കുലർ പീസ് കൊണ്ടായിരിക്കും അവസാനിക്കുന്നതും. അതുകൊണ്ടാണ് അതിന് നമ്മൾ കീ പീസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പസിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം, അതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളൊന്നും ഒറ്റ നോട്ടത്തിൽ കാണാനായിട്ടില്ല. നമ്മളിങ്ങനെ ഓരോ സൈഡ് മൂവ് ചെയ്യുന്ന നോക്കുന്നത് ആദ്യത്തെ മൂവിൽ തന്നെ നമുക്ക് മനസ്സിലായി ഈ ഒരു പെർട്ടിക്കുലർ പീസ് മാത്രം മൂവ് ചെയ്യുന്നുണ്ട്. മറ്റേതെങ്കിലും പീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും തള്ളിയാൽ നീങ്ങത്തില്ല. ഈ ഒരു പീസ് മാത്രം തള്ളുമ്പോൾ നീങ്ങുന്നുണ്ട്. ഇത് നമുക്കിങ്ങനെ ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായി. ഇതാണ് നമ്മുടെ കീ പീസ്. ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം ഇതുപോലെ ഇതിൻ്റെ ഒരാർക്ക് ഊരിപ്പോന്നു, അടുത്ത ആർക്ക് ഊരിപ്പോന്നു. ഇനിയും പതുക്കെ ഈ പീസും ഇത് പസിലും മൊത്തം കഷ്ണമായി ഊരി വരാനായിട്ട് തുടങ്ങും. ഇതുകൊണ്ട് ഇങ്ങനെ അടുത്ത പീസ് ഊരിപ്പോന്നു, ഈ പീസ് ഊരിപ്പോന്നു. അങ്ങനെ മൊത്തം പസിൽ നമ്മളിവിടെ ഡിസ്അസംബിൾ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം, കീ പീസ് ആദ്യം കണ്ടുപിടിക്കുക. കീ പീസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പസിൽ ഇതുപോലെ കഷ്ണമായി മാറ്റാനായിട്ട് സാധിക്കും. ഇത് നമുക്കൊന്ന് ഇനി അറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പസിൽ ഇങ്ങനെ ഡിസസംബിൾ ചെയ്ത് കാണുന്ന നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാനായിട്ട് സാധിക്കും. നീളമുള്ള 6 പീസും ആർക്ക് ഷേപ്പിലുള്ള 6 പീസുമാണ് നമുക്ക് ഈ പസിൽ ഡിസസംബിൾ ചെയ്ത് കഴിയുമ്പോൾ ഉള്ളത്. ഈ ആർക്ക് ഷേപ്പിലുള്ള പസിൽസ് എല്ലാം ഐഡൻറ്റിക്കലാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ്ലി ഐഡൻറ്റിക്കലാണ്. നീളത്തിലുള്ള പീസസ് വരുമ്പം വ്യത്യാസങ്ങളുണ്ട്. ഇത് രണ്ടും മാത്രമുള്ള ആ കൂട്ടത്തിൽ ഐഡൻറ്റിക്കലായിട്ടുള്ള പീസസ്. ബാക്കി എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സ്ലിറ്റുകളും ഗ്രൂവുകളും ഒക്കെ വ്യത്യാസമുണ്ട്. ഇത് നമ്മുടെ കീ പീസാണ്. കീ പീസിന് മാത്രം കട്ടിങ്സ് ഒന്നുമില്ല, വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു നീളത്തിലുള്ള പീസാണ്. കാര്യങ്ങൾ ഇനി മുന്നോട്ട് നമ്മൾ അസംബിൾ ചെയ്യുമ്പം ട്രാക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇതിനെല്ലാത്തിനും ഓരോ പേര് കൊടുത്ത് നോക്കാം. ഈ 2 എണ്ണത്തിന് നമുക്ക് എ എന്നും എ ടൈപ്പ് എന്നും, ബി ടൈപ്പ് എന്നും, സി ടൈപ്പ് എന്നും, ഡി ടൈപ്പ് എന്നും, ഇ ടൈപ്പ് എന്നും, എഫ് ടൈപ്പ് എന്നും നമുക്ക് കൊടുക്കാം. അപ്പോൾ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ കഷ്ണങ്ങൾ എടുക്കുമ്പം ഏത് ടൈപ്പ് പീസാണ് എടുക്കുന്നതെന്നുള്ളത് പറയുമ്പോൾ നിങ്ങൾക്കാണ് ട്രാക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അസംബ്ലിയിലേക്ക് കിടക്കാം. അസംബ്ലി പ്രോസസ്സിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എ ടൈപ്പ് പീസ് ഒരെണ്ണം എടുക്കുക, 2 എഫ് ടൈപ്പ് പീസ് എടുത്ത് ഇങ്ങനെ ഇതിൻ്റെ ഈ കട്ടിങ് മുകളിലേക്ക് ഫേസ് ചെയ്യുന്ന വിധത്തിൽ ഇങ്ങനെ 2 പീസസ് എടുത്ത് പിടിക്കുക. അതിനുശേഷം നമ്മുടെ ഈ വരുന്ന ഇത് എ ബി സി ഡി ടൈപ്പ് പീസ് എടുക്കുക. ഡി ടൈപ്പ് പീസിനെ ഇതിൻ്റെ ഈ 2 കട്ടിങ്ങിനിടയ്ക്ക് ഇങ്ങനെ വെക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ആകൃതിയിലുള്ള
ഒരു ഷേപ്പ് കിട്ടും. ഇതിപ്പം ലൂസാണ്, ഞാൻ കൈ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊരി താഴെ വീഴും. ഇനി ഇത് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ബി ടൈപ്പ് പീസ്, അതായത് കട്ടിങ്സ് കൂടുതലുള്ള പീസ് ഒരെണ്ണം എടുത്ത് ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ നമുക്കിത് ഇങ്ങനെ ഫിക്സ് ചെയ്യാം. ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടോ ഇതിങ്ങനെ കറക്റ്റ് ഗ്യാപ്പിൽ കയറി ലോക്കാകും. ഇനി അടുത്ത 2 എഫ് ടൈപ്പ് പീസ് എടുത്ത് വീണ്ടും കട്ടിങ് മുകളിലേക്ക് ഫേസ് ചെയ്യുന്ന വിധത്തിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനി സി ടൈപ്പിനും ഇതുപോലൊരു കട്ടിങ് ഉള്ളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലുണ്ട്. അതും നമ്മൾ ഇങ്ങനെ താഴോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുന്നു. ഇപ്പോൾ ഇത് ഏകദേശം ലോക്കായിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ഇതിങ്ങനെ താത്ത് വെച്ചാലും ആ ഷേപ്പിൽ അവിടെ ഇരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഒരു ഗ്രൂവ് കണ്ടോ, ഇത് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ആക്സിസ്, ഈ ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് മൊത്തം നമ്മൾ മുകളിലേക്ക് തള്ളി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനുള്ള എളുപ്പത്തിനാണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ തള്ളി നീക്കി കഴിയുമ്പോൾ ഇത് ഫുള്ളിങ്ങനെ താഴേക്ക് വരും. ആ ഒരു കട്ടിങ്ങിൽ അതവിടെ ലോക്കാകും. അതിന് നമുക്ക് മാറ്റണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പീസ്, ഇത് നമ്മുടെ രണ്ടാമത്തെ എ ടൈപ്പ് പീസാണ്, അത് ഇതിനുള്ളിലേക്ക് കയറ്റി അതിങ്ങനെ താഴെ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും വെർട്ടിക്കൽ ആക്സിസ് മുകളിലേക്ക് പുഷ് ചെയ്യുകയാണ്. അതിങ്ങനെ ലോക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഏകദേശം ഇങ്ങനൊരു ഷേപ്പ് വരും. അതിൻ്റെ ഈ 2 സ്ലിറ്റ് മുകളിലേക്ക് ഫേസ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ മിച്ചമുള്ള 2 എഫ് ടൈപ്പ് പീസ് എടുത്ത് അതും സ്ലിറ്റ് മുകളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ആ 2 കട്ടിങ്ങിൽ പ്ലേസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇങ്ങനൊരു ഷേപ്പ് കിട്ടും. ഇതിന് നടുക്കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, കൃത്യം ഒരു സ്ക്വയർ ആകൃതിയിലുള്ളൊരു ചാനൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമ്മുടെ കീ പീസ് കയറാനായിട്ടുള്ളതാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലായിരുന്നു, കീ പീസാണ് നമ്മൾ ഡിസസെമ്പിൾ ചെയ്യുമ്പം ആദ്യം ഊരുന്ന പീസും പിന്നെ അസംബിൾ ചെയ്യുമ്പോൾ അവസാനം വെക്കുന്ന പീസും. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ പസിൽ നമ്മൾ തിരിച്ച് അസംബിൾ ചെയ്യുന്നത്. ഇപ്പം പസിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു പസിലാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്കൊരു അഴിച്ചുപണി തിരിച്ചുപണി റേറ്റിംഗ് ഉണ്ടാവും. ആ റേറ്റിംഗ്, അതായത് അസംബ്ലി ഡിസസംബ്ലി ഡിഫിക്കൽറ്റി റേറ്റിംഗ് ആണ്. മാക്സിമം ഡിഫിക്കൽറ്റി 5 നിന്നായിരിക്കും. തുടർന്നും ഈ ചാനലിൽ ഇതുപോലത്തെ അസംബ്ലി കിറ്റുകളുടെയും ഇതുപോലത്തെ 3D ലോക്കിംഗ് പസിലുകളുടെയും ഒക്കെ വീഡിയോസ് വരുന്നതിനാൽ തന്നെ ഒരു അഴിച്ചുപണി തിരിച്ചുപണി റേറ്റിംഗ് നമ്മളിവിടെ ഒരു സ്റ്റാൻഡേർഡ് പ്രോസസ്സായിട്ട് ഇനി മുതൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു പസിലിൻ്റെ അസംബ്ലി ഡിഫിക്കൽറ്റി, അതായത് അഴിച്ചുപണി ഡിഫിക്കൽറ്റി റേറ്റിംഗ് ഞാനൊരു 3 ഔട്ട് ഓഫ് 5 ആണ് നൽകുന്നത്. തിരിച്ചു പണി റേറ്റിംഗ് ഒരു 3.5, അതായത് അസംബ്ലി റേറ്റിംഗ് ഒരു 3.5 ഔട്ട് ഓഫ് 5 ആണ് ഞാൻ നൽകുന്നത്. അപ്പോൾ തുടർന്നും ഇത്തരം ലോക്കിംഗ് പസിലുകളുടെ വീഡിയോസും അസംബ്ലി കിറ്റുകളുടെ വീഡിയോസും ഒക്കെ കാണുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അലുകുലത്തിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇത്തരം വീഡിയോസ് അപ്പം ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക്, അതായത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായി ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ബെൽ നോട്ടിഫിക്കേഷനും അമർത്തുക. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇത്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം അതിനെപ്പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കണും അമർത്തുക. ഈ അലുകുലിത്ത് എന്ന ചാനൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു സംരംഭമാണ്. വളരെ ചെറിയൊരു ചാനലാണ്, വളർന്നു വരുന്നതേ ഉള്ളൂ. ഉയരങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ കാണുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. എന്തെങ്കിലും ഇതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയുക. ആദ്യത്തെ വീഡിയോയിൽ ലൈറ്റിംഗ് അത്ര പോരാ എന്ന് പറഞ്ഞു, കുറച്ചും കൂടെ ലൈറ്റ്സ് ഒക്കെ കൊണ്ടുവന്നു. ഇപ്പോൾ ഇച്ചിരി ഭേദമാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ വോയിസ് പോരാ, ഓഡിയോയ്ക്ക് ക്വാളിറ്റി പോരാ എന്ന് പറഞ്ഞതുകൊണ്ട് പുതിയൊരു മൈക്കും മേടിച്ചു. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടൊരു താമസം വന്നത്. എല്ലാ ആഴ്ചയിലും ഓരോ വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യാനായിട്ടാണ് എൻ്റെ പ്ലാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം കണ്ടൻറ്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തുക. ഇത്തരം 3D ലോക്കിംഗ് പസിൽസും അസംബ്ലി കിറ്റുകളും മാത്രമായിരിക്കുകയില്ല. ഇവിടെ ലോക്ക്ഡൗണിൻ്റെ കാര്യങ്ങളൊന്ന് റിലാക്സ് ആകുമ്പോഴത്തേക്ക് നമ്മൾ സിനിമാറ്റിക് വീഡിയോസും ഫുഡ് റിവ്യൂസും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു മെർച്ചൻഡൈസ് സ്റ്റോറിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലാനിങ് ഫേസിലാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് വളരെ വളരെ അത്യാവശ്യമാണ്. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. എല്ലാം പരിഗണിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ക്വാളിറ്റി ഇച്ചിരി ഇമ്പ്രൂവ് ചെയ്യണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരുടെയും അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് എക്യുപ്മെൻറ്റ്സിൻ്റെയും ഡീറ്റെയിൽസും ഞാനിത് ഈ പസിൽ മേടിച്ച സൈറ്റിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ
താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാണേണ്ടവർക്ക് തീർച്ചയായിട്ടും അതെടുത്ത് നോക്കുക. അപ്പം ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.